അവരെ കുറ്റം പറഞ്ഞിട്ട് ഞാൻ തന്നെ ഇപ്പോൾ ഒരു ടൺ കൺസിലർ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഞാനിങ്ങനെ പുറത്തിറങ്ങിയ കുറുവാസംഘം എന്ന് പറഞ്ഞ് പിടിച്ചോണ്ടു. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആരും പേടിക്കേണ്ട, ഒരു ക്രിസ്മസ് ലുക്ക് കഴിഞ്ഞിട്ട് വരുന്ന വഴിക്കാണ്. സോ പെട്ടെന്ന് നമുക്ക് ഈ ലുക്ക് ഒന്ന് മാറ്റിയെടുക്കാം. യെസ്, ഐ എം ബാക്ക്. സോ ക്രിസ്മസ് ലുക്ക് കഴിഞ്ഞു. ക്രിസ്മസിന്റെ സെറ്റൊക്കെ വെച്ചത് ക്രിസ്മസ് ട്രീ ഒക്കെ ഞാൻ ബാക്കിൽ കൊണ്ടുവച്ചു. ഈ ഒരു വീഡിയോ നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോവാണ്. ടിൻറ്റഡ് മോയ്സ്ചറൈസറോ ടിൻറ്റഡ് മോയ്സ്ചറൈസർ ഉണ്ടോ? എനിവേ ടിൻറ്റഡ് സൺസ്ക്രീൻ ആണെന്ന് തോന്നുന്നു അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ മെയിൻ സംഭവം എടുത്തിട്ടുണ്ട്, അതായത് ഫൗണ്ടേഷൻ കയ്യിലിരിപ്പുണ്ട്. എനിക്കറിയാം എന്തായാലും ഒരു ടണ്ണായിരിക്കും, ഇത് നോക്കാം. പ്രഡിക്റ്റബിൾ. ഒരു ടൺ ഫൗണ്ടേഷൻ തന്നെ എടുത്തിട്ടുണ്ട്, അത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റി എന്തുവാണെന്നറിയോ? മനുഷ്യന്മാർ തേക്കുന്ന അത്ര ഫൗണ്ടേഷൻ അല്ല എടുക്കുന്നത്. ഒരു 10 പേർക്ക് വേണ്ട ഫൗണ്ടേഷൻ മൊത്തം ഒറ്റ ഒരാൾ തേക്കും. അതും ഒന്നെങ്കിൽ കയ്യിൽ കുഴച്ചിട്ടോ അല്ലെങ്കിൽ പാത്രത്തിലൊക്കെ കുഴച്ചിട്ടായിരിക്കും തേക്കുന്നത്. പക്ഷെ ഇവിടെ ഇത്തിരി അത്യാവശ്യം നന്നായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ബ്രഷിലൊക്കെ വെച്ചിട്ടാണ് തേക്കുന്നത്. വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇത്രയും ഒക്കെ തേച്ചാലും ലാസ്റ്റ് നല്ലൊരു ഫ്ലോലെസ് ലുക്കായിരിക്കും. പിന്നെ ഒരു പിമ്പിള് പോലും ഇവരുടെ ഒന്നും ഫേസിൽ വരത്തുമില്ല. ഇതൊക്കെയാണ് സ്പെഷ്യാലിറ്റി. അതൊക്കെ ഞാൻ എന്തെങ്കിലും ഒന്ന് ഇത്തിരി തേച്ചാൽ മതി, അപ്പോഴേ പിമ്പിൾസ് വരാൻ തുടങ്ങും. എന്തായാലും നോക്കാം. എനിക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്തായാലും ഇനിയുള്ള പ്രോഡക്ട്സ് എല്ലാം ഒരു ടൺ അപ്ലൈ ചെയ്യുന്നുണ്ടാവും. നോക്കാം. അതെന്തോ വൈറ്റ് കളറിലെ കൺസീലറാണോ തേച്ചേ? ഓ, ശരിക്കും ഒരു വൈറ്റ് കളറിലെ ഒരു പെയിന്റ് എടുത്ത് തേച്ചവരുണ്ട്. അതും ഒരുപാട് തേച്ചിട്ടുണ്ട്. ഇവിടെ ഫുള്ള് വലിയ ഇൻവേർട്ടഡ് ട്രയാങ്കിളൊക്കെ വരച്ചിട്ടാണ് തേച്ചേക്കുന്നത്. ആ ഫൗണ്ടേഷൻ തന്നെ അവരുടെ ഷെയ്ഡിനെക്കാട്ടിയും വൈറ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അവരേ വൈറ്റ്, അതിലും വൈറ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ, അതിലും വൈറ്റ് ആയിട്ടുള്ള കൺസീലർ. ഓക്കെ ഓക്കെ കോണ്ടോർ ചെയ്തു. പിന്നെ ബ്രോൺസറോ ബ്ലഷോ ഹൈലൈറ്ററോ പൗഡറോ ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ബൈ ദ വേ ആ ബ്രഷുള്ള മഞ്ഞ കളറിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തൊക്കെ പറഞ്ഞാലും ഐ മേക്കപ്പ് കൊള്ളാം കേട്ടോ. നോക്കാം. അയ്യോ, ഞാൻ പേടിച്ചു. ശരിക്കും എനിക്ക് ലാസ്റ്റ് ആണപ്പോൾ പേടിയായി. ഇവിടെ ഇവർ ഫേസ് മേക്കപ്പ് ചെയ്യുമെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ ഹെയർ സെറ്റ് ചെയ്യുക, അങ്ങനെ ഒരുപാട് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ലാസ്റ്റ് ലുക്ക് ഞാൻ പെട്ടെന്ന് മേടിച്ചു, സോറി. പക്ഷെ ഐ മേക്കപ്പ് സൂപ്പർ. നിങ്ങളായിരിക്കും ഞാൻ ആ ഫൗണ്ടേഷൻ കുഴച്ച മുഖത്ത് തേക്കുമായിരിക്കും എന്നല്ലേ? ഇല്ലില്ല, കഴിഞ്ഞ വീഡിയോയോടുകൂടി ആ പരിപാടി ഞാൻ നിർത്തി. എനിക്ക് പറ്റത്തില്ല. കാരണം എന്തൊക്കെ സ്കിൻ കെയർ പിന്നെ നോക്കിയെന്ന് പറഞ്ഞാലും സ്കിൻ കെയർ ചെയ്യാറേ ഇല്ല. ബ്രേക്ക് ഔട്ട്സ് വരും, പിമ്പിൾസ് വരും, അതും ഇതൊക്കെ വരും. പക്ഷെ ഇവർക്ക് എന്താ വരാത്തതെന്ന് എനിക്കറിയത്തില്ല. അത് ഇത്രയും ടണ്ണൊക്കെ വാരി തേച്ചിട്ട് ഞാനില്ല. ഞാൻ ഈ ഐ മേക്കപ്പ് ട്രൈ ചെയ്ത് നോക്കാം, അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. എനിക്ക് ഐ മേക്കപ്പ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കാൻ അല്ലെങ്കിലും ഇത്തിരി ഇഷ്ടം കൂടുതലാണ്. എങ്ങനെ വരുമെന്നറിയാലോ. ഇങ്ങനത്തെ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ എനിക്കിഷ്ടമാണ്. സോ ഫസ്റ്റ് ഞാൻ കൺസീലർ എടുത്ത് ഐലിഡ് കൺസീൽ ചെയ്തെടുക്കുക. എൻ്റെ ഐലിഡ്സ് നല്ല പിഗ്മെൻറ്റഡ് ആയതുകൊണ്ട് കൺസീൽ ചെയ്യാണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു കറക്റ്റ് കളറൊന്നും കിട്ടില്ല എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും. സോ എന്തായാലും നന്നായിട്ട് കൺസീൽ ചെയ്തെടുക്കാം. എനിക്ക് ഇച്ചിരി പ്രോഡക്റ്റ് തന്നെ ഫൗണ്ടേഷൻ ഒരു ഇത്തിരി കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ശ്വാസം മുട്ടാണ്. പക്ഷെ ഇവർക്ക് ഇത്രയും പ്രോഡക്ട്സ് പേസ്റ്റ് പോലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത്ര കൂളായിട്ടിരിക്കാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല. ഓക്കെ, കൺസീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ വരച്ചു കൊടുക്കാം. ഫസ്റ്റ് ഇവിടുന്ന് ഇങ്ങനെ, ഇവിടുന്ന് ഇങ്ങനെ, ഇവിടുന്ന് ഇങ്ങനെ. ഞാനിത് വരച്ചു തരുമ്പോൾ ശരിക്കും കോമഡി ആവും. ഒരു ഡിസ്ക്ലൈമർ ഞാൻ ആദ്യമേ പറയാം, ആരും എന്നെ ജഡ്ജ് ചെയ്യരുത്. ഇതിങ്ങനെയല്ല വരച്ചേക്കുന്നത്. ഈ സൈഡ് തെറ്റിപ്പോയാലും കുഴപ്പമില്ല, നമുക്കിത് ഈ സൈഡിൽ ട്രൈ ചെയ്ത് നോക്കാം. സെയിം സ്റ്റെപ്സ് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. കൺസീൽ ചെയ്യുക, ആൻഡ് ദെൻ ഇതിപ്പോൾ ഞാനും ഒരു ടൺ കൺസീലർ എടുത്തല്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് ഞാൻ തന്നെ ഇപ്പോൾ ഒരു ടൺ കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കും. പക്ഷെ അതിൽ കണ്ടപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് വരുമെന്ന് വിചാരിച്ച് ചെയ്യാൻ നോക്കിയതാണ്. പക്ഷെ ഇത് ഒട്ടും സിമ്പിളായിട്ട് വരുന്നില്ല. വേണ്ടായിരുന്നു. എന്തായാലും ഞാൻ തളരത്തില്ല. നോക്കാം ഈ സൈഡിൽ. മുകളിലേക്ക്
എന്ന് വരയ്ക്കും. മേളിലേക്ക് ഒരു വരച്ചേക്കുന്നത് അതിങ്ങോട്ടേക്കാണ്. ഈ വെട്ടും കുത്തൊന്നും വരാൻ പാടില്ല. സോ ഇവിടെ മാത്രം ഡാർക്കറാക്കിയാൽ മതി കേട്ടോ. എന്നിട്ട് നേരത്തെ എടുത്ത ആ ഐ ഷാഡോ എടുത്ത് കുറച്ചെടുത്താൽ മതി. ഐ ഷാഡോ വേണമെന്നില്ലേ, ബ്രഷ് കൊണ്ട് ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഐ ഷാഡോ ഒന്നും വേണ്ട, ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇതിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഡാർക്കർ ആക്കണം കേട്ടോ. ഈ എൻസ് ഒന്ന് ഡാർക്കർ ആക്കണം. ഇപ്പം ശരിയായില്ലേ? ചെറുതായിട്ട് ശരിയായി. ഓക്കെ, ഇനി ഇവിടെ വരയ്ക്കണം. ശരിയാത്തിരിക്കല്ലേ ഭഗവാനെ. ഇവിടെ എന്ന് വെച്ചാൽ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇതിങ്ങനെ ഇങ്ങനെ വന്നിട്ട് താഴോട്ട് കൊണ്ട് പോവും. ഇങ്ങനെ എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണെന്നാ തോന്നുന്നത്. ഇത് കറക്റ്റായില്ലേ? ഞാനിങ്ങനെ പുറത്തിറങ്ങിയ കുറുവാ സംഘം എന്ന് പറഞ്ഞ് പിടിച്ചോണ്ടു. സോ എന്നിട്ട് ഒരു റെഡ് ഷെയ്ഡ് വെച്ചിട്ടാണ് ഇവിടെ കളർ ചെയ്യേണ്ടത്. ഞാൻ ഒരു മറൂൺ, ബ്രൈറ്റ് റെഡ് ഇല്ല, ഒരു മറൂൺ ഷെയ്ഡ് എടുക്കാം. മറൂൺ ഷെയ്ഡ് വെച്ചിട്ട് കളർ ചെയ്യും. അതിനകത്ത് എന്ത് ഭംഗിയുണ്ട് കാണാൻ. അത് കണ്ടപ്പോൾ ഞാൻ പേടിച്ചു, പക്ഷെ എന്നെ ഇപ്പം കണ്ടാലും പേടിക്കും കേട്ടോ. എനിക്ക് ശരിക്കും എന്നെ കണ്ട് ചിരി വരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചിരിക്കുന്നത്. എനിക്ക് നോക്കാൻ പറ്റുന്നില്ല എൻ്റെ മുഖത്തേക്ക്. അതെവിടെ കിടക്കുന്നു, ഞാൻ എവിടെ കിടക്കുന്നു, ഈശ്വര. എനിക്കും ശരിക്കും ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇതിപ്പം ഞാനങ്ങ് ചെയ്ത് മറിക്കുമെന്നുള്ള. അതേതായാലും മാറിക്കിട്ടി. ഇനിയിപ്പം ഞാൻ മസ്കാര ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇപ്പം തന്നെ നല്ല ബോറായിട്ട് തോന്നുന്നുണ്ട്. ഇവിടെ വെച്ച് നിർത്തുന്നതായിരിക്കും അല്ലേ നല്ലത്. ഇനി നിങ്ങൾ അതും എന്നെയും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. വെറുതെ അവരിരുന്ന് കുറ്റം പറഞ്ഞു, അവർ ചെയ്യുന്ന എല്ലാം നല്ലതായിരുന്നു. ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ എന്തായാലും പറയുക. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.